ഈ ഈ ചെറ്റ എന്ന് വിളിക്കുമ്പം അത്തരം വരുന്ന ദരിദ്ര കോമരങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ അവരെ മൊത്തമായാണ് മുഖ്യമന്ത്രി അപമാനിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതൊരു വ്യക്തികളെ അല്ല, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ അല്ല, ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ദരിദ്രരായ മനുഷ്യരെ മുഴുവനാണ് അദ്ദേഹത്തെ ആ ചെറ്റ പ്രയോഗം കൊണ്ട്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു പ്രയോഗമായിരുന്നു അദ്ദേഹം ഒരിക്കലും എൻ്റെ കാഴ്ചപ്പാടിൽ കേരളത്തിൽ മുഖ്യമന്ത്രി ആകാനുള്ള യാതൊരു യോഗ്യതയുള്ള ബൗദ്ധിക നിലവാരമുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എങ്കിലും അദ്ദേഹം ആ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തപ്പെട്ട സ്ഥിതിക്ക് കാണിക്കേണ്ട ഒരു മാന്യതയായിരുന്നു ഈ സുധാകരനെ പോലെയുള്ള വളരെ വിദ്യാസമ്പന്നൻ, വളരെ അധികം സാംസ്കാരിക സമ്പന്നതയുമുള്ള ഒരു മനുഷ്യനെ അത് വിളിക്കുക എന്നുള്ളത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ലോകത്തെല്ലാം ഉള്ള മലയാളികളുടെ ജന്മദേശമായ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഒരുപക്ഷെ വിദേശത്ത് സിറ്റിസൺഷിപ്പുള്ള ആളുകൾക്ക് ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് ബാധിക്കുന്നത്, അല്ലെ അവർക്ക് എന്താണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇൻവോൾവ്മെൻ്റ് എന്നൊക്കെ ആളുകൾ ചിന്തിക്കും. പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ഉത്സവം എന്നുള്ള നിലയ്ക്ക്, ഒരു രാഷ്ട്രീയ ഉത്സവം എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും രാഷ്ട്രീയ ചിന്തകളുള്ള, രാഷ്ട്രീയ കുതികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് ശ്രദ്ധിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇന്ന് കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ജി സുധാകരൻ മത്സരിക്കുന്ന മണ്ഡലമാണ്. അമ്പലപ്പുഴ മണ്ഡലത്തിൽ നടക്കുന്ന ആ ഉത്സവം, രാഷ്ട്രീയ ഉത്സവം ഇന്ന് കേരളം മുഴുവൻ ശ്രദ്ധിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ജി സുധാകരനെ ചെറ്റ എന്ന് മുഖ്യമന്ത്രി വിളിച്ചപ്പോൾ അദ്ദേഹത്തെ പോലെ വിദ്യാസമ്പന്നനായ ഒരു ചിന്തകനായിട്ടുള്ള, എഴുത്തുകാരനായിട്ടുള്ള, കവിയായിട്ടുള്ള, നല്ല വിദ്യാഭ്യാസമുള്ള, മുഖ്യമന്ത്രിയെ പോലെ പകുതി സമയത്ത് കോളേജിൽ നിന്ന് ഇട്ടിട്ട് പോന്നിട്ട് ടെലിപ്രിൻ്റർ ഉപയോഗിച്ച് ആളുകളെ നിർത്തി സംസാരിപ്പിക്കേണ്ട, 4 വാക്ക് പറയേണ്ടി വരുമ്പം സംസാരിക്കേണ്ട ഗതികേടില്ലാതെ, ചിന്തിക്കാതെ, ഒട്ടും ചിന്തിക്കാതെ തന്നെ ഏത് ഭാഷയിലും അത്യാവശ്യം സംസാരിക്കാനും ഏത് കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം സംസാരിക്കാനും അറിയാവുന്ന വിദ്യാസമ്പന്നനായ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെ ചെറ്റയെന്ന് വിളിച്ചുകൂടി ആ വാർത്ത ലോകത്ത്, അദ്ദേഹത്തിൻ്റെ ഈ ഇലക്ഷൻ മത്സരം അല്ലെങ്കിൽ ഇലക്ഷൻ രംഗത്തെ പ്രവർത്തനം ഇന്ന് ലോകം മുഴുവൻ ശ്രദ്ധിച്ചിരിക്കുകയാണ്. എന്താണ് ചെറ്റ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരും, എൻ്റെ പ്രായമുള്ള മനുഷ്യരൊക്കെ അതിലൊരു 99% ആളുകളും ചെറ്റക്കുടലിൽ ജനിച്ചവരാണ്. എൻ്റെ ഓർമ്മയിൽ എൻ്റെ വീട് പുല്ലുമഞ്ഞ വീടായിരുന്നു. ചാണകം മെഴുകിയ തറയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ അടുക്കള എന്ന് പറയുന്നതും ബെഡ്റൂം എന്നൊക്കെ പറയുന്നത് വലിയ വ്യത്യാസമില്ലാതെ നിലത്തും അതുപോലെ തന്നെ കയർ കെട്ടിയ കട്ടിലിലും അതുപോലെ നിലത്ത് ചാക്ക് വിരിച്ചും ഒക്കെ കിടന്ന് വെള്ളം രാത്രിയിൽ മഴ പെയ്യുമ്പം വെള്ളം വീഴ്ത്ത് വീണ് ആ വെള്ളം വീഴാത്ത സ്ഥലത്തേക്ക് മാറിക്കിടന്ന ചരിത്രമുള്ള ആളുകളാണ് കേരളത്തിൽ കൂടുതലുണ്ട്. അത്തരം ചെറ്റപ്പുരകളിൽ നിന്നാണ് ഈ മനുഷ്യരിൽ ഇന്ന് കാണുന്ന വലിയ വലിയ ഗോപുരങ്ങൾ, അല്ലെങ്കിൽ വലിയ സിംഹാസനങ്ങൾ പോലെയുള്ള, അല്ലെങ്കിൽ വലിയ മാഗ്നിഫിഷ്യൻ്റ് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ചെറ്റ എന്ന് വിളിക്കുമ്പം അത്തരം വരുന്ന ദരിദ്ര കോമരങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ അവരെ മൊത്തമായാണ് മുഖ്യമന്ത്രി അപമാനിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതൊരു വ്യക്തികളെ അല്ല, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ അല്ല, ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ദരിദ്രരായ മനുഷ്യരെ മുഴുവനാണ് അദ്ദേഹത്തെ ആ ചെറ്റ പ്രയോഗം കൊണ്ട്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു പ്രയോഗമായിരുന്നു അദ്ദേഹം പരനാറി എന്ന് ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മോശമായ ഭാഷകളിൽ ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്തൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും എൻ്റെ കാഴ്ചപ്പാടിൽ കേരളത്തിൽ മുഖ്യമന്ത്രി ആകാനുള്ള യാതൊരു യോഗ്യതയുള്ള ബൗദ്ധിക നിലവാരമുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എങ്കിലും അദ്ദേഹം ആ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തപ്പെട്ട സ്ഥിതിക്ക് കാണിക്കേണ്ട ഒരു മാന്യതയായിരുന്നു ഈ സുധാകരനെ പോലെയുള്ള വളരെ വിദ്യാസമ്പന്നൻ, വളരെ അധികം സാംസ്കാരിക സമ്പന്നതയുമുള്ള ഒരു മനുഷ്യനെ അത് വിളിക്കുക എന്നുള്ളത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. സുധാകരൻ എന്തുകൊണ്ട് CPM വിട്ടു? ഞാൻ CPMൻ്റെ രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്ന ഒരാളല്ല. കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു ഫെയിലിയർ ആയിട്ടുള്ള ആശയമാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. കമ്മ്യൂണിസത്തിന്, ഇടതുപക്ഷത്തിനപ്പുറത്തേക്ക് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഫ്രഞ്ച് റവല്യൂഷൻ അപ്പുറത്തേക്ക്, പിന്നീട് ഇടതുപക്ഷം കൊണ്ടുവന്ന ആശയങ്ങൾക്ക് അപ്പുറത്തേക്ക് കമ്മ്യൂണിസം കൊണ്ടുവന്ന ഒരു ആശയം മാർക്സിൻ്റെ സാമ്പത്തിക ശാസ്ത്രമായിരുന്നു. അതിന്ന് ചൈന പോലും എടുത്തു കളഞ്ഞു. ലോകം മുഴുവൻ അത് ആവശ്യമില്ലാതെയായി. അതിൻ്റെ സൈദ്ധാന്തികമായിട്ടുള്ള തലം പൂർണ്ണമായി തകർന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള തലം പൂർണ്ണമായി തകർന്നു. അതിൻ്റെ സാമൂഹിക വീക്ഷണങ്ങൾ പലതും പ്രായോഗികമല്ല എന്ന് തെളിഞ്ഞു. ഒരു അബ്സലൂട്ട് ആയിട്ടുള്ള ഒരു ഡിക്റ്റേറ്റർഷിപ്പാണ് അത് മുമ്പോട്ട് വെച്ചത്.
അത് തൊഴിലാളി വർഗം എന്ന് പറയുമ്പോൾ മറ്റൊരു വിഭാഗത്തെ അടിച്ചമർത്തുകയാണ്. അതിനൊന്നും ഇന്ന് ലോകത്ത് സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ ആശയപരമായുള്ള ദൗർബല്യം കൃത്യമായി ലോകത്ത് നിന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സുധാകരൻ്റെ ആ രാഷ്ട്രീയത്തോടോ അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്ന ആ മാർക്സിസ്റ്റ് ആശയത്തോടോ അതിൻ്റെ രാഷ്ട്ര സ്ഥാപനത്തോടോ ഒന്നും ഞാൻ യോജിക്കുന്ന ഒരാളല്ല. മറിച്ച് ഇന്ന് സുധാകരൻ എന്തുകൊണ്ടാണ്, സുധാകരൻ എന്ന് പറയുന്ന മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഒരു പ്രവർത്തനത്തിലേക്ക് എത്തിയതെന്ന് വെച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പം വളരെ കൃത്യമായ കാരണങ്ങളുണ്ട്. അദ്ദേഹം നീണ്ടകാലം പ്രവർത്തിച്ച രാഷ്ട്രീയ പാർട്ടിയിലെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ പോലും അദ്ദേഹത്തിന് പ്രവർത്തിക്കാനോ അല്ലെ അവിടെ പോലും അദ്ദേഹത്തെ അംഗീകരിക്കാത്തൊരവസ്ഥ. അദ്ദേഹത്തോട് ഇൻഡിഫറൻ്റ് ആകുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ അദ്ദേഹത്തെ അവഗണിച്ചൊരു മൂലയിൽ ഇരുത്തുന്നു. അദ്ദേഹത്തിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. അദ്ദേഹം ഇത്രയും കാലത്തെ പ്രവർത്തന പരിചയം കൊണ്ട് അല്ലെങ്കിൽ അത് സത്യസന്ധത കൊണ്ട് അഴിമതിരഹിതമായ ഭരണം കൊണ്ട് ഒക്കെ അദ്ദേഹം നേടിയെടുത്ത എല്ലാ നന്മകളും അത് ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ വ്യക്തി എന്നുള്ളതിലേക്ക് അദ്ദേഹം അനുഭവിക്കുന്ന അന്തർസംഘർഷങ്ങളുടെ നടുവിൽ നിന്നാണ് അദ്ദേഹം ഇലക്ഷനിലേക്ക് വന്നതെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുകയും ഇല്ലായ്മ ചെയ്യുകയും കോർണറൈസ് ചെയ്യുകയും ചെയ്തതിൽ നിന്നാണ് അദ്ദേഹം ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ കാരണമായെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം എന്തിനെതിരെയാണ് യുദ്ധം ചെയ്യുന്നത് വെച്ചാൽ പൊളിറ്റിക്കൽ ക്രിമിനലിസം എന്ന് പറയുന്നത് ഒരു പാർട്ടിയിൽ മാത്രമല്ല, അതെല്ലാ പാർട്ടിയിലും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സുധാകരൻ്റെ ഈ ഇലക്ഷൻ അല്ലെ സുധാകരൻ്റെ മത്സരം ഇത്രമാത്രം ലോകം മുഴുവൻ മലയാളികളുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. ഈ പൊളിറ്റിക്കൽ ക്രിമിനലിസത്തിനെതിരെയും അഴിമതിക്കെതിരെയും വികസനത്തിനും വേണ്ടിയാണ് അദ്ദേഹം മത്സരിക്കുന്നത്. ഇതിൽ രണ്ട് പ്രധാന കാര്യങ്ങൾ, പൊളിറ്റിക്കൽ ക്രിമിനലിസവും അഴിമതിയും എന്ന് പറയുന്നത്, അത് രാഷ്ട്രീയ മണ്ഡലത്തെ മുഴുവൻ മലീനസമാക്കുന്ന ഒന്നാണ്. ആ മലീനസമാക്കുന്ന രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്ന് ഈ അഴിമതിയും അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ ക്രിമിനലിസവും എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെപ്പറ്റി മനുഷ്യനെ ചിന്തിപ്പിക്കാൻ കഴിയുന്ന ഒരു സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനാർത്ഥിയിലൂടെ അദ്ദേഹം നൽകുന്നത്. അതുകൊണ്ട് വളരെ സത്യസന്ധനായ അദ്ദേഹം നീണ്ടകാലം MLA ആയിരുന്നു, നീണ്ടകാലം മന്ത്രിയായിരുന്നു. ആ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലൊക്കെ അഴിമതിക്കാരനാണെന്ന് അദ്ദേഹത്തിന് നേരെ നോക്കി പറയാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് സത്യസന്ധതയിലും ആർക്കും ഒരു സംശയം ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയത്തിലെ ഒരു സ്ഥിതപ്രജ്ഞാവസ്ഥ നേടിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്നാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ മാതൃഭൂമിയിലൊരു ഇൻ്റർവ്യൂ കണ്ടപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ഇടണമെന്ന് ഞാൻ തീരുമാനിച്ചത്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ജയിക്കുമോ സാർ ജയിക്കുമോ എന്ന് ചോദിച്ചോ പറഞ്ഞത്, ഞാൻ ജയിക്കുന്ന ആളുകൾ പറയുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ ജയിക്കണ്ടയോ അവിടെ അദ്ദേഹത്തിൻ്റെ ആ നിസ്സംഗമായിട്ടുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടത് എന്നെ വളരെ ഹഠാത് ആകർഷിച്ചു. അതായത് ഞാൻ ജയിക്കണ്ടയോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് അദ്ദേഹത്തിന് ജയിക്കണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അദ്ദേഹം ജയിക്കണ്ടയോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറയുമ്പം അദ്ദേഹത്തിൻ്റെ സേവനം ജനങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരെന്നെ ജയിപ്പിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഇംഗ്ലണ്ടിൽ വന്ന കാലത്ത് ഒരു പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കുകയായിരുന്നു. അന്ന് ബോബ് ബിയറിംഗ് എന്ന് പറഞ്ഞ ആളായിരുന്നു ഇവിടെ വെസ്റ്റ് ഡെർബിയിൽ മത്സരിച്ചിരുന്നത്. ഞാനപ്പോൾ അന്ന് ആദ്യ കാലത്ത് വന്ന കാലത്ത് പള്ളിയൊക്കെയാണല്ലോ നമ്മുടെ ഒരു മനുഷ്യരെ ആദ്യം കണ്ടുമുട്ടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ പള്ളിയിൽ ചെന്നപ്പോൾ ഈ കുർബാന കഴിഞ്ഞിട്ട് ഈ അച്ഛൻ ഇങ്ങനെ പുറത്തിറങ്ങിയത്. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചെന്ന് അദ്ദേഹത്തിന് ഷെയ്ക്കാൻ്റെ കൊടുത്തിട്ട് പോകുന്നത്. അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു, ഈ ഇലക്ഷൻ്റെ കാര്യത്തെപ്പറ്റി ചോദിച്ചു. MP ഒക്കെ ഇവിടെ വന്ന് മത്സരിക്കുന്ന കാൻഡിഡേറ്റ്സ് ഒക്കെ വരാറുണ്ടോ, കാണാൻ വരാറുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം വളരെ അത്ഭുതത്തോടെയാണ് എന്നെ നോക്കിയത്. അങ്ങനെ ആരും വോട്ട് ചോദിക്കാനൊന്നും ഒരു മനുഷ്യനും വരാറില്ല എന്ന് അദ്ദേഹം എന്നോടൊന്ന് പറഞ്ഞു. അങ്ങനെ ആരും വരാറില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഈ ബോബ് ബിയറിങ്ങിനെ പിന്നീട് കണ്ട് അദ്ദേഹം MP ആയതിനു ശേഷം അദ്ദേഹത്തെ പോയി കണ്ട് അദ്ദേഹത്തെ ഒരു ഇൻ്റർവ്യൂ നടത്തിയായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ വളരെ ഈ ഒരു സ്ഥലത്തും ഒരു വോട്ടിനൊന്നും നിങ്ങൾ പോയി ചോദിക്കാതെ ഈ ലീഫ്ലെറ്റുകൾ മാത്രം വീടുകളിൽ കൊണ്ട് ആളുകൾ ഈ റോയൽ മെയിലിടുന്നു, അതുപോലെ തന്നെ വേറെ ഒരു വലിയ പ്രചരണമില്ല, ബഹളങ്ങളോ ഒന്നുമില്ല, എന്താണിതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് തോന്നിയ ഫീലിംഗ് എന്ന് പറഞ്ഞത്, ഞാൻ MP ആണെന്ന് ജയിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ ജയിപ്പിക്കുക, അല്ലാതെ എനിക്ക് MP ആണെന്ന് നിർബന്ധമൊന്നുമില്ല. എൻ്റെ സേവനം ഇവിടുത്തെ പബ്ലിക്കിന് ആവശ്യമുണ്ടോ, പബ്ലിക്കിന് ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമുണ്ടോ, അവരെന്നെ ജയിപ്പിക്കട്ടെ, ഇല്ല അവരെന്നേക്കാൾ കോമ്പറ്റൻ്റ് ആയിട്ടുള്ള മറ്റൊരാളെ ജയിപ്പിക്കട്ടെ എന്നുള്ള മനോഭാവമാണ് അവരുടെ. ഇതേ ഇന്ന് സുധാകരൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടപ്പം എനിക്ക് ബോബ് ബിയറിങ്ങിൻ്റെ ബോഡി ലാംഗ്വേജ് പോലെയാണ് തോന്നിയത്. അദ്ദേഹം പറഞ്ഞു ജയിപ്പിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ ജയിപ്പിക്കട്ടെ, ജനങ്ങൾ ജയിക്കുന്നു പറഞ്ഞു. ഞാൻ ജയിക്കാതിരിക്കുക എന്നുള്ള അത് എൻ്റെ പ്രശ്നമല്ല, അത് ജനങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജയിക്കട്ടെ. എൻ്റെ കഴിവും എൻ്റെ വിദ്യാഭ്യാസവും എൻ്റെ അറിവും എൻ്റെ സത്യസന്ധതയും ഈ നാട്ടിലെ ആളുകൾക്ക് വേണമെങ്കിൽ അവരത് ജയിപ്പിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞ പോലെ എനിക്ക് തോന്നിയത്. അത് കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോയിൽ അദ്ദേഹത്തെ പറ്റി സംസാരിക്കണം എന്ന് എനിക്ക് തോന്നിയത്. അദ്ദേഹം എല്ലാത്തിനോടും അങ്ങനെ ഒരു കൃത്യമായ ഒരു സ്ഥിതപ്രജ്ഞാവസ്ഥ നേടിയ, എനിക്ക് അധികാരം ഉണ്ടെങ്കിലും എനിക്ക് അധികാരം ഇല്ലെങ്കിലും ഒരുപോലെയാണ്, എനിക്ക് അധികാരം എന്ന് പറയുന്നത് എന്നെ സ്വാധീനിക്കുന്ന ഒരു ഘടകമല്ല, അത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു ടൂളായി മാത്രമാണ്
ഞാൻ ഉപയോഗിക്കുന്നത്. അതിനപ്പുറത്തേക്ക് എനിക്ക് യാതൊരു വിധത്തിൽ എന്നെ അത് സ്വാധീനിക്കുക, എന്നെ ഭ്രമിപ്പിക്കുന്ന എൻ്റെ ആഡംബരത്തിൽ ഇപ്പം പിണറായി വിജയൻ നടക്കുന്ന പോലെ എല്ലാ വർഷവും എല്ലാ 6 മാസം കൂടുമ്പോഴും പുത്തൻ കാറ് മേടണോ, അല്ലെങ്കിൽ വീട് മോടി പിടിപ്പിക്കണമെന്നോ, അല്ലെങ്കിൽ 200 250 കാറുകളുടെ അകമ്പടി വേണമെന്നോ ഒന്നും അദ്ദേഹം ചിന്തിക്കുന്ന ഒരാളല്ല. അദ്ദേഹത്തിന് ഇത് ഈ അധികാരം എന്ന് പറയുന്നത് ഒരിക്കലും അദ്ദേഹത്തെ ഭ്രമിപ്പിക്കാത്ത ഒരു കാര്യമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായത്. അപ്പം നമ്മൾ ഈ സന്യാസി എന്ന് പറയുന്നത് സ്ഥിതപ്രജ്ഞാവസ്ഥ നേടിയ ആളെന്നാണ്. അദ്ദേഹത്തിന് ഏതവസ്ഥ വന്നാലും ഒരുപോലെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ അവസ്ഥകളും ദൈവത്തിൻ്റെ ഭാഗമാണെന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അതുപോലെ രാഷ്ട്രീയത്തിൽ ഒരു സ്ഥിതപ്രജ്ഞാവസ്ഥ നേടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അധികാരവും അതുപോലെ തന്നെ പണവും അതുപോലെ ആഡംബരങ്ങളും എല്ലാം അയാളെ സ്വാധീനിക്കപ്പെടുന്ന ഒരു സാധനമല്ല. കാരണം അദ്ദേഹം നയിക്കുന്നത് ഈ നാടിൻ്റെ നന്മയാണ്. അദ്ദേഹത്തിൻ്റെ കഴിവുകളും ചിന്തകളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അറിവും അനുഭവങ്ങളും എല്ലാം ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു ടൂള് മാത്രമാണ് ഈ പവർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അധികാരം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ പവർ ഏതെങ്കിലും തരത്തിൽ ഒരാളിൽ കുമിഞ്ഞുകൂടി അത് ഏറ്റവും കൂടുതൽ മോശക്കാരനാക്കിയിട്ടുള്ള ഒരാളുണ്ടെന്ന് നോക്കി അത് പിണറായി വിജയനാണ്. ആ പിണറായി വിജയനാണ് ഇദ്ദേഹത്തെ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ മോശമായ ചെറ്റ എന്നുള്ള ഭാഷ ഉപയോഗിച്ച് വിളിച്ചത്. അതൊരിക്കലും വിളിക്കാൻ പാടില്ലാത്തതായിരുന്നു. സുധാകരനെ പോലെ പരിണതപ്രജ്ഞനായിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ വിദ്യാസമ്പന്നനായിട്ടുള്ള, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചിട്ടില്ല, അതുപോലെ തന്നെ മനുഷ്യരുടെ അടിത്തട്ടിൽ പ്രവർത്തിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്തുവാകട്ടെ, അദ്ദേഹം അങ്ങനെയുള്ള ഒരു ശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വക്താവ്, അഴിമതിരഹിതനായ ഒരാളുടെ ജയിപ്പിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അത് നാളത്തെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ചൂണ്ടുപലകയാണ്. അത്തരം ആളുകളാണ് രാഷ്ട്രീയത്തിൽ വരേണ്ടത്. വിദ്യാസമ്പന്നരും വിവേകികളും അതുപോലെ തന്നെ ഈ പറഞ്ഞ മനുഷ്യ സേവനത്തിൽ താല്പര്യമുള്ളവരും സമൂഹത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് രാഷ്ട്രീയത്തിൽ വരേണ്ടത്. അങ്ങനെ വരാനുള്ളൊരു വേദിയായി ഈ സുധാകരൻ്റെ വിജയം നാളത്തെ കേരളത്തിന് ഉപകരിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്.